ആയിരപ്പുറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ചവെച്ചു കഴിഞ്ഞു നാട്ടുകാരെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ പാടശേഖരം? കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കയറാൻ പറ്റുമോ എന്റെ ശൗരി? അതിന്റെ നിയമമൊക്കെ വക്കീല് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ. എന്താ നിന്റെ പരിപാടി ഇനി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് ഇറയത്ത് കിടക്കേണ്ട ഗതി പാപ്പിയുടെ മകൻ ഉണ്ടാകരുത്. പാപ്പി മാപ്പിളയെ ഓർക്കുന്ന ഒരേ ഒരു വീടേ ഈ നാട്ടിലുള്ളൂ കൈമളത്തി. ഈ വീടിന്റെ മൂലയിൽ എനിക്കുറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം. എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങും. ശൗരി, ഇവിടെ താമസിച്ചൂടെ? എത്ര നാളെന്ന് വെച്ചാ പറഞ്ഞു പിന്നെ? ഈ വീടും വീട്ടുകാരും ഉള്ളിടത്തോളം കാലം, ഞാനുള്ളിടത്തോളം കാലം. ഇത്രയൊക്കെ പറയാനേ എനിക്ക് പറ്റും. മനസ്സിലായി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെ നടക്കുമോ പറഞ്ഞു കുഞ്ഞെ? നടക്കും, അതേ നടക്കും. കാലത്ത് വരാൻ പറഞ്ഞിരുന്നു. വക്കീല്? ഓ, ആരാണ്? ഇവനാ മുതലാളി ശൗരി. ഓ சௌரி. ஏய் மாணிக்கா, சௌரியோட பத்திரத்தை எடுத்துட்டு வா. சரிங்க. அப்படியே 2 பிஸ்கட் எடுத்துட்டு வா நாய்க்கு. வக்கீல, வட்டியோட சேர்த்து எவ்வளவானு? 4800. 5000 രൂപയുണ്ട്. ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ പാവങ്ങളെ ചാവത്തില്ലായിരുന്നു. சௌரி, இங்க நான் எதுக்கா இருக்கேன்? இதெல்லாம் உனக்கு தேவையா? பாவம் சின்ன பொண்ணு, அழகான பொண்ணு. മുതലാളി, சௌரி, பாக்கி பணம் வாங்கிக்காம போற? അത് ചെട്ടിയാരെ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. അന്യാധീനപ്പെട്ട് കിടക്കുന്ന ആയിരപ്പുറ പാടശേഖരം നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാനായി ചെട്ടിയാരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും, ആയിരപ്പുറയിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കാരും, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം, നേരിട്ട് പോയി ചെട്ടിയാരെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തണം. നാട്ടു നടപ്പാണ് നമ്മൾ പാലിക്കേണ്ട നിയമം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കൈവന്നതിന് ശേഷം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ ആവാം. എന്നാ കാര്യത്തിനാ നീ മുതലാളിയെ കാണുന്നേ? ചേട്ടാ, ശീലിച്ചത് മര്യാദയാ. നീ എടാ പോടാന്നൊക്കെ വിളിച്ചാ നീ എന്തോ ചെയ്യും? എനിക്കും നിന്നെ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരുവടാ. ചെട്ടിയാരെ, ഞങ്ങൾക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ടത്. ഏയ്, ഉള്ള വിടറാ. ഞാൻ സംസാരിച്ചിട്ട് വരാം. பெரியவங்களுக்கு வணக்கம் சொல்றது ஊர் மரியாதைയാണ്. பெரியவங்களுக்கு மட்டும் வணக்கம் சொல்றது இந்த ஊர் மரியாதை. ஆமா. என்ன விஷயம்? വിഷയം ഒന്നേ ഉള്ളൂ. ആയിരപ്പുറ പാടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. വക്കീല്, ഓ, ഈ ആള് എന്താ പറയുന്നു? അതായത് വക്കീലും കുമസ്തനും ഒന്നും ഇതിനിടെ കയറി വരണ്ട. ചെട്ടിയാർ ഞാൻ പറയുന്നത് കേട്ടാ മതി. വർഷങ്ങളായിട്ട് ഈ നാട്ടുകാർ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആയിരപ്പുറ പാടം കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചു കൊടുക്കണം, ദയവായി. ஏய் சௌரி, ஒன்னு அறிஞ்சோ, இந்த செட்டியார் விசாரிச்சா ഈ ആയിരപ്പുറ மட்டுமல்ல, ഒന്നയെ വിലക്ക് വാക്കാൻ முடியும். മനുഷ്യനെ വിൽക്കരുത് എങ്കപ്പളക്കം ഇല്ലേ ചെട്ടിയാര്. ഇത് മനുഷ്യനെ മതിക്കുന്ന നാട്. പറടാ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്നാ ബെബല? ഇപ്പൊ അല്ല, പാടം ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ആകും. ആയിട്ട് വാ, അപ്പ കാണാം. ചെട്ടിയാരെ, ആയിരപ്പുറ പാടത്തുനിന്ന് 1 മണി നെല്ല് പോലും താൻ കൃഷി ചെയ്ത് കൊണ്ടുപോകത്തില്ല. ആയിരപ്പുറപ്പാടത്തിന്റെ തന്തയുടെ വകയാണോടാ? നിന്റെ തന്തയുടെ വകയല്ലടാ, മേടയിലെ കൈമളദ്ദേഹത്തിന്റെ വകയാ. കൈമളാറിന്റെ അമ്മയെപ്പോഴും ചെമ്മാടത്തിന് മറന്നാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ആറ്റി താക്കും. പുല്ലേ ആണെന്ന് പറയായിരുന്നില്ലേ?
ഇതെന്നാ ഈ പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം, മനസ്സിൽ നടന്നു കഴിഞ്ഞ സത്യം. പാർവതി കുഞ്ഞെ, എനിക്ക് കുഞ്ഞിനെ അങ്ങ് ഇഷ്ടമാ. അതുപോലെ തന്നെ കൈമൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ മേടയിൽ വന്ന് ഒട്ടി ഞാൻ അവിടെ അശുദ്ധമാക്കിയാൽ എന്റെ അപ്പൻ എന്നോട് പൊറുക്കുക. ഇപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പാർവതി കുഞ്ഞ്. അങ്ങനെ കയറി അങ്ങ് ആഗ്രഹിക്കാൻ പറ്റുമോ? പാപ്മാപ്പിളുടെ മോനല്ലയോ ഞാൻ? അപ്പന്റെ കല്ലറെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന മെഴുകുതിരിയാ ഞാൻ. അതുപോലാണോ പാർവതി കുഞ്ഞ്? മേടയിലെ പൂമുഖത്ത് തിളങ്ങി കത്തുന്ന നിലവിളക്കല്ലയോ? വലിയ സാഹിത്യമൊന്നും വേണ്ട, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടാ മതി. അച്ഛനെയും അമ്മയും പടിപ്പുരയ്ക്ക് കാവൽ നിൽക്കുന്ന വിളക്കുകളെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ശൗര്യയോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാ. മേടയിലെ പൂമുഖത്തല്ല ശൗരി, നിലവറയിലെ ഇരുട്ടിലാണ് ഈ ഓട്ടുവിളക്ക് കിടക്കുന്നത്, ക്ലാവ് പിടിച്ച്. എനിക്കും ആഗ്രഹമുണ്ട് ശൗര്യ, ഒരിക്കലെങ്കിലും കത്തി തെളിയണമെന്ന്. കരയരുത് പാർവതി കുഞ്ഞെ, കരയരുത്. ഈ നാടിന്റെ നന്മയ്ക്കായി, നാട്ടിലേവർക്കും ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി ജാതിമത രാഷ്ട്രീയങ്ങൾ മറന്ന് ഈ മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് പൊന്നു വിളയിച്ച് ദാരിദ്ര്യത്തിൽ ഉരുകിത്തുടങ്ങിയ നാടിനെയും നാട്ടുകാരെയും പട്ടിണിയിൽ നിന്നും നാടിനെ നേരിടുന്ന ഏതാപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് ഇതിനാൽ ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആയിരപ്പറ സിന്ദാബാദ്, ആയിരപ്പറ സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ആയിരപ്പറ സിന്ദാബാദ്. സുഹൃത്തുക്കളെ, ചെട്ടിയാര് കൂലിക്കെടുത്ത വാടക ഗുണ്ടകളായിട്ടാണ് നിങ്ങൾ ആയിരപ്പറയിൽ കാലുകുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങൾ. ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ. ഈ പാടത്ത് വിളയുന്ന 1 മണി നെല്ല് പോലും ഈ നാട്ടിൽ ആർക്കും ഒന്നും കിട്ടുന്നില്ല. റേഷൻ ഡിപ്പോകളിൽ ക്യൂ നിന്നാണ് അന്നമൂട്ടുമേടയിൽ പോലും അത്താഴക്കഞ്ഞി വിളമ്പുന്നത്. ഈ പാടശേഖരത്ത് വീണ്ടും പണി ചെയ്ത് നാടിനെ സമൃദ്ധിയിലേക്ക് ഉയർത്താൻ നാട്ടുകാരുടെ ഭൂമി നാട്ടുകാർ തന്നെ തിരിച്ചെടുക്കുക. ശരി ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക. ചെട്ടിയാരുടെ കള്ളക്കാശിന്റെ അഹങ്കാരമാണ് ശരിയെങ്കിൽ മുന്നോട്ട് വന്ന് ഞങ്ങളെ നേരിടുക. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് പോരെ ശബരി സമരവും വിപ്ലവവും ഒക്കെ? അതെന്നാച്ചോ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളിൽ ഇതൊക്കെ വേണോ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളും അച്ഛന് തന്നെ ഈ പറയുന്നത്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇനി നാട്ടിലുണ്ടോ? ക്രിസ്മസിന് 2 ദിവസം സമാധാനം, ഓണത്തിനും വിഷുവിനും 2 ദിവസം സമാധാനം, റംസാനും ബക്രീഡിനും 2 ദിവസം സമാധാനം. പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഇത്രയും സമാധാനം മതിയായിരിക്കും. പക്ഷേ നാട്ടുകാർക്ക് അത് പോരാ. ദേവാലയങ്ങളെ തള്ളി പറയരുത് ശൗരി. ഞാൻ പറഞ്ഞില്ലല്ലോ അച്ചോ. പള്ളി കമ്മിറ്റിക്കാരെ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ശൗരിയോട് ഈ കാര്യം പറഞ്ഞത്. കർത്താവ് നിർബന്ധിച്ചില്ലല്ലോ. കർത്താവിനേക്കാൾ വലുതാണോ പള്ളി കമ്മിറ്റി? ഓരോ അടവും നോക്കുക ആ ചാക്കോ. നാട്ടുകാരെ പണയം വെച്ച് ചെട്ടിയാരെ എച്ചിൽ സമ്പാദിച്ചു കൂട്ടിയല്ല അയാള്. കള്ളക്കാശിട്ട് കാണിക്ക വഞ്ചി നിറക്കുന്നതിനൊക്കെ പിടിച്ച് പള്ളി കമ്മിറ്റിക്കാരനാക്കിയാൽ കർത്താവ് പറയുന്നത് കേൾക്കാൻ അച്ഛന് നേരം കിട്ടത്തില്ല. വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം നിൽക്കും. വേദനിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ശരിയെങ്കിൽ അച്ഛൻ അവരോടൊപ്പം നിൽക്കും. നീ പറയുന്നതൊക്കെ നേരാ. ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് പോരെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പോരച്ചോ, അനുസരണക്കേടാണെന്ന് വിചാരിക്കരുത്. നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ക്രിസ്മസിന് മുമ്പ് എല്ലാം നേരെയാവും. ആയിരപ്പറ പാടത്ത് സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവായിരിക്കുന്നു. കൂട്ടം കൂടിയെന്ന് സംസാരിക്കാനോ ജാഥ നയിക്കാനോ പാടില്ല. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ മുതലാളി. எல்லாம் 2 நாளைக்கு தான் வைக்கல. இவனெல்லாம் பட்டினி கிடக்கும்போ ഈ சட்டமா சோறு கொடுத்தது எல்லாம் செட்டியாரோட பணமானோ? അത് ശരിയാ മുതലാളി. எனக்கெதிரா கோஷம் போடுறானுங்க. അവന്റെ സിന്ദാബാദ് വിടരുത് മുതലാളി. ஏய் நான் என்ன கொலைக்கத்தான் செய்யும். கொலைக்கிட்டுமே விசக்கும்போ வாலாட்டிக்கிட்டு விடதான் வரணும். அது அறியோ? തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, ക്രിസ്മസ് റേഷൻ തന്നേ തീരൂ. ഇവന്റെ മുമ്പ് മുദ്രാവാക്യം വിളിക്കാൻ ഇവനാരാ? ഭക്ഷ്യമന്ത്രിയോ? അല്ല ജോയി, ഈ റേഷനൊക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇതെന്നാ വർത്തമാനമായി പറഞ്ഞ? റേഷൻ വന്നാൽ ഞാൻ തരത്തില്ലയോ?
ക്രിസ്മസ് റേഷൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് നക്ഷത്രം ഇങ്ങ് പോന്നു. അല്ലൂടാ ജോയിയെ? നക്ഷത്രം ഞാൻ വാങ്ങിച്ചിട്ടാ, റേഷൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്നത്തേക്ക് വരും? അത് അവനോട് ചോദിച്ചാൽ അവനെങ്ങനെ പറയാനാ ഭാനുവേ? സർക്കാരല്ലയോ റേഷൻ തരുന്നത്? ചാക്ക് കെട്ട് ലോറിയിലോട്ട് കയറ്റും, ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടുവന്ന് ബോട്ടിലോട്ട് കയറ്റും. പൊന്നൂച്ചട്ടിയുടെ ബോട്ടല്ലയോ, വെള്ളത്തിലൂടെ അല്ലയോ വരുന്നത്. ബോട്ട് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിന്ന് വരാം. അഥവാ ബോട്ട് മുങ്ങിയില്ലെങ്കിലും ചാക്ക് കെട്ട് മുങ്ങും. മുങ്ങി അതാ സംഭവിച്ചിരിക്കുന്നത്. അതിലിപ്പോ ഞാൻ എന്നാ പിഴച്ചെന്നാ? നീ പണ്ടേ പറയാ, നിന്റെ കുടുംബത്തോടെ പറയാ. നാളെ കാലത്ത് റേഷൻ കിട്ടിയില്ലെങ്കിലേ കടയായിട്ട് എന്തിനാ എന്നെ കൂട്ടിട്ടാ കത്തിച്ചോ. എന്റെ ശൗരിച്ചായ ക്രിസ്മസാ, നമുക്ക് പട്ടിണി കിടക്കാം, വീട്ടുകാരെ പട്ടിണി കിടാൻ പറ്റുകയല്ല. ആണ്ടിലൊരിക്കലാ വീട്ടിലൊരു ചിരിയും സന്തോഷവും ഒക്കെ. അതും കൂടെ ഇല്ലാതായാലും എല്ലാ ആവേശവും പോകും. അരിയും ഗോതമ്പും പഞ്ചാരയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒതുക്കി വെച്ചിരിക്കുക ചെട്ടിയാര്. ശീഘ്രം അടുക്കണ്ണാച്ചി, മറ്റേ 500 രൂപ കൂടി കൊണ്ടുവരണ്ടാമ. അത് മാത്രം പിന്നെ കേവളത്തിൽ കിടക്കത്തോ? ഒന്ന് വേഗം ആട്ടോ. വക്കീലേ, കൊപ്രാപ്പരെ റേഷനറി അല്ലേ? അടിക്കലാമാരെ വരട്ടെ വരട്ടെ, നിക്ക് നിക്ക്. ഞങ്ങളുടെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. സാറായിരുന്നു. ആ ചെട്ടിയാർ എവിടെ ഉണ്ടോ? இந்த மாதிரி ஒரு சின்ன விஷயத்துல எல்லாம் நான் தலையிடுறது இல்லை சார். ஞான் ஒரு வெளியூர்காரன், அதனால என் மேல இவங்களுக்கெல்லாம் நம்பிக்கை இல்லை. கிறிஸ்துமஸுக்கு ஒருபாடு நாள் உண்டല്ലോ, அதனால அரிசியெல்லாம் கெட்டு போகாம இருக்கட்டுமேன்னு நம்ம குடோன்ல வச்சிருந்தேன். കഴിഞ്ഞതൊക്കെ പോട്ടെ, ചെട്ടിയാര് പറഞ്ഞത് മുഖവിലിക്കെടുക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ച നിയമപരമായി നടപടിയെടുക്കും. இந்த வரடா, ஒன்னாலதான் செட்டியாருக்கு கெட்ட பேரானு. ഞാനാകുന്നു ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്ന നീയാണോ ചാക്കോ ക്രിസ്തുമസിന് വന്ന റേഷൻ അരി പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത്? അച്ഛൻ അവിടെ ഇരി. ഇത് പള്ളിയല്ല ബൈബിളിന്റെ കാര്യം പറയാൻ. പള്ളിക്ക് മാത്രമായിട്ടൊരു ബൈബിൾ ഇല്ല ചാക്കോ, ഖുറാനും ഇല്ല. അല്ലേ ബഷീർ സാറേ? കൈമളദ്ദേഹം പറഞ്ഞാട്ടെ, പൂജാമുറിയിൽ വായിച്ചു തീർക്കാനുള്ള 2 പുസ്തകങ്ങൾ മാത്രമാണോ രാമായണവും ഭഗവത്ഗീതയും? ഒരിക്കലും അല്ലച്ചു. അപ്പൊ ദൈവവചനങ്ങൾ ദേവാലയങ്ങളിൽ മാത്രം പൂഴ്ത്തിവെക്കുന്ന നീയൊക്കെ അരിയല്ല, ദൈവങ്ങളെ വരെ പൂഴ്ത്തിവെക്കാൻ പഠിക്കില്ല. ഒത്തു കിട്ടിയാൽ മറിച്ച് വിൽക്കുകയും ചെയ്യും. ചെട്ടിയാരെ, ആയിരപ്പറ പാടം കൃഷിക്കാർക്ക് തിരികെ വിട്ടുകൊടുക്കണം. തിരികെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ മുതലാളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ മേടിച്ച കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ചെട്ടിയാർ കയ്യിൽ നിന്ന് നാട്ടുകാർ കാശ് വാങ്ങിച്ചതിന് രേഖയുണ്ടോ? ഉണ്ടല്ലോ. ദേ, ഇതാണ് രേഖ, പ്രോമിസറി നോട്ടുകൾ. ഒന്ന് കാണട്ടെ. ഇത് അന്യായമാണ്. നക്കാപ്പിച്ച കാശിന് നാട്ടുകാരെ തള്ളവരെ വധിപ്പിച്ച് ആയിരപ്പുറ പാടശേഖരം ചെട്ടിയാർക്ക് ഒറ്റുകൊടുപ്പിച്ചത് അന്യായം. മന്ത്രിയായിരുന്നു സാക്ഷി. ഇതിന് മാത്രമല്ല, ഇന്നലെ ചെട്ടിയാരെ ഗോഡൌണിൽ കണ്ട റേഷനറി ചാക്കുകൾക്കും ശിക്ഷ അറിയാമല്ലോ വക്കീലിന്. ചെട്ടിയാരെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആയിരപ്പറ പാടശേഖരം കൈമൾ അദ്ദേഹവും അച്ഛനും ഉൾപ്പെട്ട നാട്ടുകാരൊരു ട്രസ്റ്റ് ആക്കണം. ഒന്നിച്ച് കൃഷി ചെയ്യുക. ഒരു അരിക്കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് അരി വിലക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെട്ടിയാർക്ക് നിഷേധിക്കരുത്. കർഷക സംഘം സിന്ദാബാദ്! ആയിരപ്പറ സിന്ദാബാദ്!